അവളുടെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു ചോദിക്കാൻ, വീഡിയോ ഒന്നും ഇടുന്നില്ല. ഹലോ ഹലോ, ആടി നീ ഇപ്പൊ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? ഉണ്ടടി, നീ കാണാറില്ലേ? ആണോ? പക്ഷെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല. ആണോ? ഞാൻ യൂട്യൂബിൽ കയറുമ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കും, അപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ കരുതി നീ വീഡിയോടൊക്കെ നിർത്തിയെന്ന്. അതൊന്നും തിരക്കാന്ന് കരുതി വിളിച്ചതാ. ഇപ്പൊ കുറേ പേര് ഈ പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ കാണുന്നില്ല എന്നൊക്കെ ചോദിച്ച് തിരക്കുന്നുണ്ട്. സംഭവം ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നീ ഓൾ എനേബിൾ ആക്കി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്ക്. ഇല്ലെങ്കിൽ നീ ആദ്യം ഓൾ എനേബിൾ ആക്കി ഇടും, അപ്പം നോട്ടിഫിക്കേഷൻ വരും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് നമുക്കറിയത്തില്ലല്ലോ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരത്തില്ലെന്നൊന്നും. ശരി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാനപ്പോൾ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ എന്നിട്ടും വന്നില്ലെങ്കിൽ നീ യൂട്യൂബിൽ കയറുമ്പോൾ നേരെ എൻ്റെ ചാനൽ അടിച്ച് നോക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും കിടക്കുന്നത് കാണാം. നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും അപ്പോൾ വീഡിയോ കാണാൻ പറ്റും. എന്നില്ലെങ്കിൽ ഞാൻ പ്രൊഫൈലിൽ കയറി കണ്ടോളാടി. ഓക്കെ ശരി, നിന്റെ വീഡിയോ കാണാത്തോണ്ട് ഞാൻ വിളിച്ചേട്ടാ. താങ്ക്സ് നീ വിളിച്ച് തിരക്കില്ല. എന്തായാലും താങ്ക് യു. ഇതോണക്കുള്ള കൂട്ടുകാരൊക്കെയാണ് നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള പ്രേരണ. ശരി ശരി ശരി, ഓക്കെ ശരിയടി, ശരി. ചേട്ടാ ഇങ്ങോട്ട് വന്നേ. എന്തോടി, ഞാനൊരു ജോലിയില്ല. വാ ഇങ്ങോട്ട് വാ, എന്തുവാണേലും അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വാ. നമ്മുടെ പെണ്ണിന്റെ ഡാൻസ് നോക്കി. എവിടെ കളിക്കുന്നേ? അതിവിടെ ചാനലിലേ, എവിടേക്ക് ചാനലുണ്ട് ചേട്ടാ യൂട്യൂബില്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടെന്ന്. നോക്കി, ആ പിള്ളേരും ഒട്ടും മോശമല്ലല്ലയോ. എന്തായാലും അവർ അവിടെ ആണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കാണാൻ പറ്റും. അവനും എല്ലാത്തിനും സപ്പോർട്ടാ. കണ്ടോ ചേട്ടാ പിള്ളേര് കളിയൊന്നും നോക്കി. കഴിഞ്ഞ ദിവസമാണെങ്കിലേ ഞാൻ നമ്മുടെ രമണ ചേച്ചിയുടെ അടുത്തൂടെ വന്നപ്പോഴേ അവരൊക്കെ കാണുമെന്ന്. ഇത് നമ്മളത് കഴിഞ്ഞല്ലേ കാണാൻ തുടങ്ങിയത്, അവരൊക്കെ അതിനെക്കാട്ടി മുമ്പേ കാണുമെന്ന്. എന്നിട്ട് അവർ ചോദിക്കുന്നത് ആ പെണ്ണ് നല്ല വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്, സ്ഥിരം കാണുന്നവരാണെന്ന്. ഇനി നീ കാണുമ്പോ എന്നെ വിളിച്ചു കോണിക്ക്. ഇതൊക്കെ അവൾ എങ്ങനെ ചെയ്യുന്ന ചേട്ടാ, കൊള്ളല്ലയോ? അത് നോക്കി കാണിക്കുന്നേക്ക്. നമ്മുടെ പെണ്ണേനാണോ ഇത്? വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് മഡോണയുടെയിൽ 15K. 15K ഒക്കെ ആയോ? ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയോ ഇത്ര പെട്ടെന്ന്? ഞാനൊന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത അപ്പോൾ 15K എന്നങ്ങ് കുറഞ്ഞാലോ. അപ്പോൾ 14 സംതിങ് കിടന്നോളൂ. ഓക്കെ, പോയി അൺസബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ടും 15K തന്നെയാണല്ലോ കാണിക്കുന്നത്. എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരും ഫോൺ എടുത്തങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്താലോ. ഇനിയൊന്ന് നോക്കാം. കുറയുന്നില്ലല്ലോ. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെന്ത് സബ്സ്ക്രൈബ് ചെയ്യില്ലെന്ന് അവളറിയത്തില്ല. ഇനിയിപ്പം മിണ്ടാതിരുന്ന അവളുടെ വീഡിയോ എല്ലാം കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഇവിടെ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, നീ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? വീഡിയോ ഇടുന്നുണ്ടല്ലോ, നീ അത് കാണാറുണ്ടല്ലോ. ഞാൻ നിന്റെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. അതല്ല, ഇന്നലെ നീ വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേ. അതാണോ? അത് ഞാൻ തിരക്കായി പോടി. പിന്നെ ഈ എന്നും അല്ലേ വീഡിയോ ചെയ്യുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു മടിയടി. എനിക്ക് ഇന്നലെ അങ്ങ് മടിയായിരുന്നു, അതാ ഞാൻ പിന്നെ വീഡിയോ ഇടാൻ. ഞാൻ നോക്കാട്ടെ, ഇന്ന് ഞാൻ വീഡിയോ ഇടാൻ നോക്കാം. നോക്കാന്നോ? നോക്കിയാൽ പോരാ, നീ അങ്ങോട്ട് വീഡിയോ ഇട്. കണ്ടിന്യൂസ്ലി വീഡിയോ ഇടണോ നീ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിനക്കിത് ഇത്ര മടി? നീ വീഡിയോ ഇങ്ങോട്ട് ഇട്ടേ, കാണാൻ ഞാനിവിടെ റെഡി ആയിട്ടിരിക്കും. അപ്പോഴാ നീ വീഡിയോ ഇട്. എന്തൊരു തിരക്കുണ്ടായി, നീ മാറ്റി വെച്ചിട്ട് വീഡിയോ ഇട്ടേ അങ്ങോട്ട്. ഇട്ടേക്കാടി. ശരി, ഞാൻ ഇട്ടേക്കാം. ഞാൻ ഇടുന്നുണ്ട്, ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ഞാൻ ഇപ്പൊ 2-3 ഷോട്ട് എടുത്തിടാം. നീ മടി കാണിക്കരുത് കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്ന് നല്ല രസമടി കാണാൻ. നീ വീഡിയോ ഇട്. ശരി ശരി ശരി. ശരി ശരി, മടി പിടിച്ചിരിക്കല്ലേ. ശരി, ഓക്കെ ഓക്കെ, ശരി. എടി കൊച്ചേ, നീലല്ലോ അവിടുത്തെ പെങ്കൊച്ചില്ലേ വീഡിയോ ഒക്കെ ചെയ്യുന്നേ? അത് തന്നെ. ഇവിടുത്തെ അവള് പറയുന്ന കേക്കാം.
അമ്മച്ചി വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഇവിടുത്തെ പിള്ളേരൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡാൻസും കളിച്ച് കുറേ വീഡിയോ ഒക്കെ ഇടുന്നത്. അതിന് വല്ലതും കിട്ടി തുടങ്ങിയോ? വല്ല പൈസയും കിട്ടി തുടങ്ങിയോ? ഇല്ല, വരുമാനമൊന്നും കിട്ടി തുടങ്ങിയൊന്നുമില്ല. ഇതുവരെ ഒന്നും കിട്ടി തുടങ്ങിയില്ല. അതിന് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ കഴിയണം അമ്മച്ചി. നിനക്ക് നിർത്തിയിട്ട് വല്ല പണിക്കും പൊക്കൂടായോ? വേറെന്തെങ്കിലും പണി നോക്കിക്കൂടായോ? പൈസയെങ്കിലും കിട്ടും, ഉള്ള സമയം കളയാതെ. എന്തെങ്കിലും ഒരു ചിലവ് നടന്നു പോത്തില്ലേ വീട്ടിലെ? വീഡിയോ ചെയ്ത് നടക്കുന്നു. നിനക്ക് ഇതിൽ നിന്ന് വല്ല വരുമാനം കിട്ടുന്നുണ്ടോ അച്ഛേ? ആ, വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്. ആ, പൈസയൊക്കെ കിട്ടുമോ? പോലിയോ? എത്ര രൂപ കിട്ടുന്നു? 1 ലക്ഷമൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. എത്ര നാളായിട്ട് കിട്ടുന്നു? 2 കൊല്ലമായിട്ട് കിട്ടുന്നുണ്ട്. അത്രയൊക്കെ കിട്ടുമില്ലയോ? ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലയോ ഇതൊക്കെ ചെയ്യുമോളെ നല്ലതാണെന്ന്. ചെയ്യുന്നതെല്ലാം കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഓരോരോ കഷ്ടപ്പാടുകളാണ്. ഇവിടെ ഉണ്ട് 2 പിള്ളേർ. അതുങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുമോളെ. ഞങ്ങളും കൂടെ ഒന്ന് രക്ഷപ്പെടട്ടെ. ഇത് 2 എണ്ണം വെറുതെ ടിവിയുടെ മുമ്പിൽ ഇരിക്കുക. നിങ്ങൾക്ക് മോടെ കണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ട് ഇട്ടുകൂടായോ? വല്ല പാടുമുണ്ടോ? വെറുതെ ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ടങ്ങ് കിട്ടാൻ പോരെ? പൈസ ഇങ്ങോട്ട് കിട്ടത്തില്ലയോ? ഹോ, എന്തൊക്കെ ചെയ്യാം. മോളെന്തായാലും ചെയ്യട്ടോ, നല്ലയാ, പൈസ കിട്ടുമല്ലോ. എന്നാ പോട്ടെ അമ്മച്ചി, കുറച്ച് തിരക്കുണ്ട്. ആ, വാ വാ, കുറെ നാളല്ലേ കണ്ടിട്ട്. ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു കേട്ടോ. വാ, ഇവിടെ ഇരി. ഇല്ല ചേച്ചി, ഇരിക്കുന്നില്ല. ഞാൻ പോണം, പെട്ടെന്ന് പോണം. ഓ, പെട്ടെന്ന് പോണോ? ആ, കൊച്ചിന് ചൂടാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ, കൊച്ചിന് ചൂടല്ലയോ? കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? മരുന്നൊന്നും കൊടുത്തില്ലയോ? കൈമരുന്ന് തന്നെയാണോ അതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ചൂടല്ലേ ചേച്ചി, ഞാൻ മരുന്ന് കൊടുത്ത്. കയ്യിലുണ്ടായിരുന്നു ചൂടിൻ്റെ മരുന്ന്. ഡോക്ടർ വാങ്ങി കൊണ്ടേയല്ല ഉണ്ടാന്നിപ്പം. ആ, വീട് പണിയുടെ കാര്യങ്ങളൊക്കെ എവിടെ വരെ? ആ, പിന്നെ വീട് പണിയൊന്നും തുടങ്ങിയില്ല, തുടങ്ങത്തേ ഉള്ളു ഇനി. ചേച്ചിന്റെ വീഡിയോ കാണാറില്ലയോ? വീഡിയോ അതെ, ഇപ്പൊ ഫോൺ ഉപയോഗിക്കാൻ സമയം കിട്ടുന്നില്ല മോളെ, അതുകൊണ്ടാ. ഓ, സമയം കിട്ടാത്തോണ്ടാണല്ലേ. മറ്റേ നിനക്ക് അറിയത്തില്ലോ, ഞാൻ നിന്റെ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലെന്ന്. ഞാൻ എത്ര നാളായി യൂട്യൂബിൽ വരെ കയറിയിട്ടെന്നറിയോ? ആകെപ്പാടെ ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ ആവശ്യമുള്ള ഗ്യാസ് ബുക്കിംഗ് അതിനൊക്കെ അല്ലാതെ ഞാൻ ഫോൺ ഉപയോഗിക്കാറേ ഇല്ല. ഞാൻ വിചാരിച്ചു ചേച്ചി മുമ്പൊക്കെ വീഡിയോ കാണുമ്പോൾ കമന്റ് ഒക്കെ വരുമല്ലോ, അന്നേരം നമുക്ക് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം. ഇപ്പൊ കമന്റ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ കരുതി ചേച്ചി വീഡിയോ ഒന്നും കാണുന്നില്ലയോ? അല്ല, യൂട്യൂബിൽ കയറി ഞാൻ ആദ്യം നിന്റെ വീഡിയോ എടുക്കത്തോളം നിനക്കറിയാലോ, അത് കണ്ടിട്ടേ ഉള്ളു, വേറെ എന്താ. പക്ഷെ യൂട്യൂബിൽ കയറാൻ സമയം കിട്ടുന്നില്ല. അതാ മോളെ നിന്റെ വീഡിയോ ഒന്നും കാണാത്തേ. സാരമില്ല ചേച്ചി, സമയം കിട്ടുമ്പോലെ കാണുക കേട്ടോ. ആ, സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ നിന്റെ വീഡിയോ ആദ്യം ഞാൻ കാണത്തുള്ളൂ കേട്ടോ. ഉള്ളത് പറയണമല്ലോ. സമയം കിട്ടുമ്പോൾ കാണാം കേട്ടോ. വീഡിയോ ഒക്കെ ആക്റ്റീവായിട്ട് ഇടുന്നുണ്ടല്ലോ അല്ലയോ? വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടുന്നുണ്ട് ചേച്ചി, ഡെയിലി ഇടുന്നുണ്ട് വീഡിയോസ്. ആ ആ, ചേച്ചി കയറി കണ്ടോളാം കേട്ടോ. ആ, ലൈക്കും കമൻറ്റും എല്ലാം ഇട്ടേക്കാം. എന്നാൽ ഞാൻ പോട്ടെ ചേച്ചി, കൊച്ചു വയ്യാലോ, എന്തായാലും ഞാൻ പോട്ടെ. ഓ, എന്നാൽ ശരി ശരി, പോവാണേ ചെല്ല്, കൊച്ചുങ്ങളെ നോക്കണമല്ലോ, ചെല്ല് പോയിക്കോ. ആ, ശരി ശരി. ആ, ശരി ശരി. ആ, പിന്നെ എനിക്കിപ്പോൾ അവിടെ വീഡിയോ കണ്ടിട്ട് എന്തോ കിട്ടാനാ. ആ, എന്തുവാടി ആ പെണ്ണ് കാണിക്കുന്നത്? 2 പിള്ളേരായെന്നുള്ള എന്തെങ്കിലും വിചാരമുണ്ടോ? അവിടെ നിന്ന് കളിക്കുന്നു, ഇവിടെ നിന്ന് കളിക്കുന്നു, ഡാൻസ്, പാട്ട്. ഇതിനൊക്കെ കൂട്ടി നിൽക്കാൻ പറ്റിയൊരു കെട്ടിയോരും. ആ പിള്ളേരെയും കൂടെ വഷളാക്കും. അതുങ്ങളെയൊക്കെ നോക്കുന്നുണ്ടോയെന്ന് പോലും അറിയാൻ വയ്യ.
ആ അവന് പ്രശ്നമില്ല, അവൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല, അവളുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ല. പിന്നെ നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊക്കെ കണ്ട് നമ്മുടെ മരുമക്കളും പഠിക്കത്തില്ലയോ? അവളുമാരിപ്പോൾ അടങ്ങിയിരിക്കുക. ഇനി അവളുമാർ ഇതേന്നും പറഞ്ഞിറങ്ങിയാലോ? അവളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അങ്ങാണ്ട് അവിടെ പോയി കിടക്കുക. അപ്പം അവിടെ ചെന്ന് അവിടുത്തെ ആട്ടമായിട്ട് നടക്കുക. കുടുംബത്ത് അടങ്ങിയിരിക്കണം പെണ്ണുങ്ങളായാലും. അല്ലേ ചേച്ചി? അല്ലോടി? ഞാൻ പറയുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ചേച്ചി പറഞ്ഞതിനകത്ത് ഒരു തെറ്റും പറയാനല്ലേ ചേച്ചി? ചേച്ചി എന്തു ഈ പറയുന്നേ? ആരാ ചേച്ചി ഞാനും പറഞ്ഞത്? അത് മാത്രമാണോ? പിന്നാണെങ്കിൽ അവൻ ലൈവ് ഇടും കേട്ടോ. ആ ലൈവിൽ എന്തോരം ആൾക്കാരാണ് വരുന്നത്, ഒന്ന് കാണണം. ആ ലൈവിൽ എന്തോരം സപ്പോർട്ടാ. അതിനകത്ത് അവളെ ആരെങ്കിലും വന്നൊന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടാണ്ടല്ലോ, അവരെയൊക്കെ അപ്പം തന്നെ അവർ ഈ ലൈവ് വരുന്നവരെല്ലാം അപ്പം തന്നെ ഈ നെഗറ്റീവ് ഇടുന്നവരെല്ലാം അതിനകത്ത് നിങ്ങൾക്ക് വായിക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര കട്ട സപ്പോർട്ടാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഈ ലൈവ് വരുന്നവരാ. ഒന്ന് കാണണം. നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നു, അവളുടെ ലൈവ് സപ്പോർട്ട് ഒന്ന് കാണണം. അത് മാത്രം മതി അവക്ക്. ആ ലൈവ് സപ്പോർട്ട് മാത്രം മതി അവക്ക്. അതൊന്ന് കണ്ടു നോക്ക്. അവള് ലൈവ് ഇടുന്നുണ്ട്. നിങ്ങളിരുന്ന് കാണും, ഞാൻ മിണ്ടാതിരുന്ന് കാണും. അമ്മയോടും കൂടെ പറഞ്ഞത്. ചേച്ചിയും കൂടി ഇരുന്ന് കാണും. ഞാൻ മിണ്ടാതെ പോരും. നമ്മൾ കമൻ്റൊക്കെ ഇടുവാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കത്തില്ലോ, എന്നെങ്കിലേ അറിയത്തുള്ളൂ. നമുക്ക് മിണ്ടാതിരുന്ന് കാണാം. അങ്ങനെ മിണ്ടായിരുന്ന് കണ്ടാൽ ആരും അറിയത്തില്ല ലൈവ് കാണുന്നെന്ന്. അതിനകത്ത് മിണ്ടായിരുന്നൊന്ന് കണ്ടു നോക്ക്. ആൾക്കാർ കുറേ പേര് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും അവൾക്ക് കാണാൻ പോലും കൊടുക്കത്തില്ല. ആ ലൈവിലുള്ളവർ അത്ര ആക്റ്റീവാണ് ലൈവുകാർ. അപ്പം തന്നെ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടവർ അവർക്കെടുത്ത് കളയാനൊക്കെ പറ്റും. അതിനകത്തുനിന്ന് എന്ത് ബ്ലൂ കളറൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അതൊക്കെ അവരുടെ ആൾക്കാരാണ്. എന്തായാലും നല്ല സപ്പോർട്ടാണ് എല്ലാവരും.